ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് SFX മേക്കപ്പാണ്. ഈ SFX മേക്കപ്പ് കിറ്റിനകത്ത് നമുക്കൊരു സ്കാർ വാക്സ് കിട്ടും, ഒരു സീലർ കിട്ടും, പിന്നെ നമുക്കൊരു ലിക്വിഡ് ബ്ലഡ് കിട്ടും, പിന്നെ ഒരു ബ്ലഡ് ക്ലോട്ട് കിട്ടും, പിന്നെ ഒരു സ്പഞ്ച് പോലത്തെ സാധനം കിട്ടും. ഇത്രയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് സ്കാൽപ്പലും പിന്നെ അതേപോലെ തന്നെ വാസ്ലിനും. സോ 3 കട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് നെറ്റിയിലായിട്ട്, രണ്ടാമത്തതൊന്ന് നോസിൻ്റെ മേലെയായിട്ട്, മൂന്നാമത് ഒന്ന് ലിപ്സിൻ്റെ താഴെയായിട്ടോ സൈഡിലായിട്ടോ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ സ്കാർ വാക്സ് എടുക്കുക. ഫേസ് ഡ്രൈ ആയിരിക്കണം. ഡ്രൈ ആയിരിക്കുന്നതിൻ്റെ ടൈമിൽ ഈ സ്കാർ വാക്സ് നമ്മൾ എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു നീളത്തിലായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. നീളത്തിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് ഒട്ടും കേട്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ സ്കാൽപ്പലിൻ്റെ അറ്റത്ത് കുറച്ച് വാസ്ലിൻ എടുത്ത് അതിൻ്റെ എഡ്ജസ് മാത്രം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കും. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ആ വെച്ചിരിക്കുന്നതിൻ്റെ നടുക്ക് ഇച്ചിരി പൊങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ എഡ്ജസ് മാത്രമാണ് ഞാൻ സ്മൂത്ത് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ഇഞ്ചുറിയും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പെട്ടെന്ന് കാണിക്കുന്നത്. എല്ലാത്തിൻ്റെയും നമ്മൾ ഇതേപോലെ തന്നെ സ്കിന്നിൽ നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ എഡ്ജസ് മാത്രം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും, കുറച്ച് ക്ഷമ വേണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഇളകി പോരാൻ ചാൻസസ് ഉണ്ട്. അപ്പം പിന്നെ അതിന് ശേഷം ഞാനത് ഒന്ന് ഡ്രൈ ആക്കാനും പിന്നെ അതേപോലെ തന്നെ ഒരു ഫിനിഷിങ്ങിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഫോറെവറിൻ്റെ കോൺടോർ ആൻഡ് ഹൈലൈറ്റ് പാലറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പൗഡർ പോലെ എന്തെങ്കിലും സാധനമായാലും മതിയാവും, കുറച്ച് ഡ്രൈ ആക്കാം. പക്ഷെ ഞാനിത് നമ്മൾ സാധാരണ എന്തെങ്കിലും മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അതിന് ചുറ്റുമുള്ള സ്കിന്ന് കുറച്ച് ഡാർക്കായിട്ടുണ്ടാവുമല്ലോ, ബ്രൂസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പൗഡർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ മുറിവിൻ്റെ ചുറ്റും ചെയ്തു കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ ആക്ച്വലി എൻ്റെ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾസിൻ്റെ ആ ഭാഗത്തും ഞാൻ കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് കൊടുത്തായിരുന്നു. അതിനുശേഷം സ്കാൽപ്പലിൻ്റെ ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ നടുക്കായിട്ടുള്ള ഭാഗത്തുനിന്ന് കട്ടിങ് കൊടുക്കുക. എവിടെയാണോ കട്ടിങ് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക. ഒരു തവണ നമ്മൾ ഒരു നെറ്റിയിൽ ഫസ്റ്റ് ഇഞ്ചുറീൻ്റെ മേലെ കട്ടിങ് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തേൽ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്തതിൻ്റെ മേലെ ആകുമ്പോൾ അത് ഒട്ടിയിട്ടത് ഇങ്ങനെ പറഞ്ഞു പോരും. അതിനുശേഷം നമുക്ക് കളർ ചെയ്യാം. ഏറ്റവും അകത്തുള്ള ഭാഗം, അതായത് ആ കട്ടിനകത്തുള്ള ഭാഗം ഡെപ്ത്ത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്കാണ് കൊടുക്കേണ്ടത്. അതിനോട് ചേർന്ന ഭാഗത്ത് നമുക്ക് ഡാർക്കർ ഷെയ്ഡായിട്ട് തന്നെ കൊടുക്കാം, ലൈക്ക് മെറൂൺ. പിന്നെ അതിനുശേഷം റെഡ്. ഞാൻ ഈ റെഡും മെറൂണും ബ്ലെൻഡ് ചെയ്യുന്ന ഭാഗമായിട്ട് കുറച്ചൊരു എന്താ പറയുക, യെല്ലോയുടെ ഡോട്ട്സും കുറച്ച് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അത് എന്താ പറയുക, അതൊക്കെ നിങ്ങളുടെ രീതി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണല്ലോ, എന്താ പറയുക, അവരവരുടെ രീതിയിലാണല്ലോ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചൊരു യെല്ലോ ഡോട്ട്സും കാര്യങ്ങളും കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഞാൻ ഏകദേശം കളറും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സീലർ കൊടുക്കുവാണ്. സീലർ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യത്യാസം വരുന്നത്. ഒരു മാറ്റ് ഫിനിഷിൽ നിന്ന് കുറച്ചൊരു ഗ്ലോ കാണാൻ പറ്റും. നമ്മൾ മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്തിട്ട് ഒരു നനവ് പോലെ ഇരിക്കൂലേ, അത് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സീലറൊക്കെ കൊടുക്കുന്നത്. സോ സീലർ കൊടുത്തു. സീലർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കുന്നത് ലിക്വിഡ് ബ്ലഡാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണ്, മീൻസ് ഇത് ഈ പാക്കറ്റിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കി പുറത്തേക്ക്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുവാണ്. ആക്ച്വലി ഇത് ഭയങ്കര ഫിനിഷിങ്ങിലായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല ഇത്തവണ ചെയ്തതിൽ. പക്ഷേ എന്താ പറയുക, പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, കൂടുതൽ നന്നാക്കാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് ബ്ലഡ് ക്ലോട്ട്. അത് നമ്മൾ ഈ അകത്തുള്ള ആ ഒരു കട്ടുണ്ടല്ലോ, ഡാർക്ക് കളർ കൊടുത്ത് അതിനകത്തേക്കായിട്ട് വെച്ച് കൊടുക്കാനാണ്. സോ അത് കുറച്ചേ വേണ്ടുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പാലറ്റിലേക്ക് എടുത്തിട്ട് ചെയ്തതാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 3 കട്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.